ദൈവങ്ങൾക്ക് പോലും മതിലിന്റെ മറവ് ഒരു ആശ്വാസമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലും ഒരു വൻമതിലുണ്ട്. ഒരേ ഒരു വൻമതിൽ, രാഹുൽ ദ്രാവിഡ്. ക്രിക്കറ്റ് ദൈവം എന്ന് വിശേഷണമുള്ള സച്ചിൻ തെണ്ടുൽക്കർക്ക് പോലും താങ്ങായി നിന്ന വിശ്വസ്തൻ. പോരാട്ടത്തിന്റെ ക്രീസുകളിൽ ഇന്നും രണ്ടാം ഊഴക്കാരനാകാൻ വിധിക്കപ്പെട്ട ദ്രാവിഡിന് ഇന്ന് 53 വയസ്സ്. വിലപേശി പരസ്യങ്ങളിൽ അഭിനയിക്കാനോ പണമൊഴുകുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കടിച്ചു തൂങ്ങാനോ ദ്രാവിഡ് നിന്നിട്ടില്ല. കളത്തിനകത്തും പുറത്തും അദ്ദേഹം ക്ലാസ് ആണ്. നീണ്ട റണ്ണപ്പെടുത്ത 150 കിലോമീറ്റർ വേഗതയിൽ ബുള്ളറ്റ് പോലെ പാഞ്ഞു വരുന്ന പന്തുകളെ ഒരു ബൗളറുടെ സകല ആത്മവിശ്വാസവും തകർത്ത് ചുമ്മാ തട്ടി ക്രീസിലേക്ക് ഇടുമ്പോൾ തോന്നും, ഇയാളിതെന്ത് മനുഷ്യനാണ്. ബാറ്റർമാരെ ക്ലൂലെസ് ആക്കി ബീറ്റ് ചെയ്യിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന അക്തറും ബ്രെറ്റ്ലിയും ഒക്കെ ദ്രാവിഡിനെതിരെ പന്തെറിഞ്ഞ് തളർന്നു നിൽക്കുന്നത് കണ്ട് സഹതാപം തോന്നിയ എത്രയോ സന്ദർഭങ്ങൾ. പിഴവുകളില്ലാത്ത പ്രതിരോധവുമായി ക്രീസിൽ നിലയുറപ്പിച്ചാൽ പിന്നെ ദ്രാവിഡിനെ പുറത്താക്കുക എന്നത് ഏത് ബൗളർക്കും സ്വപ്നം മാത്രമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതിരോധ കോട്ടയെ 1.5 പതിറ്റാണ്ടുകാലം ഒരു വിള്ളൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിച്ച സൈന്യാധിപൻ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം രാഹുൽ ദ്രാവിഡിനെ. 1973 ഇൻഡോറിൽ ഒരു മറാത്തി കുടുംബത്തിലായിരുന്നു രാഹുലിന്റെ ജനനം. 12-ാം വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ അദ്ദേഹം പിന്നീട് അണ്ടർ 15, 17, 19 ലെവലുകളിൽ കർണാടകത്തിനു വേണ്ടി കളിച്ചു. 91 കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുൽ രഞ്ജിയിൽ കർണാടകത്തിനായി പാഡണിയുന്നത്. ആദ്യ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറിയും അടുത്ത 4 മത്സരങ്ങളിൽ സെഞ്ചുറിയും നേടി ആഭ്യന്തര ക്രിക്കറ്റിലെ തന്റെ വരവും ടീമിലെ തന്റെ സ്ഥാനവും ഉറപ്പിച്ചു. 96 ലോർഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന 2ാമത്തെ ടെസ്റ്റിൽ സഞ്ജയ് മഞ്ജരേക്കറിന് പരിക്കേറ്റതോടെയാണ് ടെസ്റ്റ് ടീമിലേക്ക് രാഹുലിന്റെ സർപ്രൈസ് എൻട്രി. അന്ന് ഒപ്പം ആദ്യ ടെസ്റ്റ് കളിക്കാനിറങ്ങിയ സൗരവ് ഗാംഗുലിയുമൊത്തും തുടർന്ന് വാലറ്റക്കാക്കൊപ്പവും 6 മണിക്കൂറോളം ക്രീസിൽ പിടിച്ചു നിന്ന അദ്ദേഹം കന്നി മത്സരത്തിൽ സെഞ്ചുറി എന്ന അപൂർവ നേട്ടത്തിന് വെറും 5 റൺസ് അകലെ ക്രിസ് ലൂയിസിന്റെ പന്തിൽ എഡ്ജെടുത്ത് വിക്കറ്റിന് പിന്നിൽ ക്യാച്ച് സമ്മാനിച്ചു. സെഞ്ചുറിക്ക് വെറും 5 റൺസ് അരികിലായിരുന്നിട്ടും അമ്പയർ വിരൽ ഉയർത്തും മുമ്പേ തന്നെ പവലിയനിലേക്ക് നടന്നു തുടങ്ങി രാഹുൽ. പിന്നീട് അന്നത്തെ ആ ധൃതിപ്പെട്ടുള്ള നടത്തത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ ഇങ്ങനെ പറഞ്ഞു, ഗ്രൗണ്ടിൽ നിന്നവരെല്ലാം ആ നിക്ക് കേട്ടിട്ടുണ്ടാകും, പിന്നെ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? അതാണ് ദ്രാവിഡ്. ഏത് കടുത്ത സാഹചര്യങ്ങളിലും അചഞ്ചലനായ മിതഭാഷിയായ ഒരാൾ, ക്രിക്കറ്റിനെ ആത്മാവായി കൊണ്ടു നടന്ന വ്യക്തി. എന്നാൽ സച്ചിന്റെ പ്രതാപകാലത്തെ ക്രിക്കറ്റ് ലോകത്തേക്ക് ഇറങ്ങേറിയ ദ്രാവിഡിന് എന്നും 2ാം സ്ഥാനക്കാരനാകാനായിരുന്നു വിധി. ആദ്യ മത്സരം മുതൽ തുടങ്ങുന്നത്. ആദ്യ ടെസ്റ്റ് ദ്രാവിഡിന്റെ 95 റൺസ് മറ്റൊരു അരങ്ങേറ്റക്കാരനായ സൗരവ് ഗാംഗുലിയുടെ സെഞ്ചുറിയിൽ മുങ്ങിപ്പോയി. ആ മത്സരം ഗാംഗുലിയുടെ പ്രകടനത്തിന്റെ പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത്. സമാന സംഭവങ്ങളുടെ തുടർക്കഥ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട്. 99 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ 183 റൺസുമായി സൗരവ് ഗാംഗുലി തകർത്തപ്പോൾ 145 റൺസ് നേടി മറ്റേ അറ്റത്ത് ഉറച്ചു നിന്ന ദ്രാവിഡിനെ എത്ര പേർ ഓർക്കുന്നുണ്ടെന്നറിയില്ല. ആ വർഷം തന്നെ സച്ചിൻ തെണ്ടുൽക്കർ ന്യൂസിലൻഡിനെതിരെ 186 റൺസ് നേടി ഗാംഗുലിയുടെ റെക്കോർഡ് തകർത്തപ്പോഴും അപ്പുറത്ത് 153 റൺസുമായി ദ്രാവിഡ് ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ദ്രാവിഡിന്റെ ഏകദിനത്തിലെ ഉയർന്ന സ്കോറും. പിന്നീട് 2001 വിഖ്യാതമായ കൊൽക്കത്ത ടെസ്റ്റിൽ VVS ലക്ഷ്മൺ 281 റൺസ് അടിച്ച് ലോകത്തെ അമ്പരപ്പിച്ചപ്പോൾ മറ്റേ അറ്റത്ത് ക്ഷമയും കരുത്തുമായി 180 റൺസോടെ ദ്രാവിഡ് ഉണ്ടായിരുന്നു. ലക്ഷ്മണിന്റെ പേരിൽ ആ മത്സരം ഇന്നും അറിയപ്പെടുമ്പോഴും രാഹുൽ ശരത് ദ്രാവിഡ് എന്ന പോരാളിയെ നമ്മൾ മറക്കാൻ പാടില്ല. എല്ലായിടത്തും രണ്ടാമനായപ്പോഴും ആരോടും അദ്ദേഹത്തിന് പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു. ഒരു ആശാൻ കവിത പോലെ മനോഹരമാണ് ദ്രാവിഡിന്റെ ബാറ്റിംഗ്. ടെസ്റ്റ് ക്രിക്കറ്റർ എന്ന് വിമർശകർ മുദ്ര കുത്തിയപ്പോഴും നാവുകൊണ്ടല്ല ബാറ്റ് കൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഏകദിനത്തിലും ടെസ്റ്റിലും 10,000-ലേറെ റൺസ്. ഏകദിനത്തിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ 2ാമത്തെ ഫാസ്റ്റസ്റ്റ് 50യും ഏകദിനം വഴങ്ങില്ലെന്ന് വിമർശിച്ച ദ്രാവിഡിന്റെ പേരിലാണ്. ഫോർമാറ്റ് അനുസരിച്ച് കളിശൈലിയിൽ മാറ്റം വരുത്താനും സ്വയം നവീകരിക്കാനും അയാളോളം മികച്ച ക്രിക്കറ്റർ വേറെയില്ല. ക്രിക്കറ്റ് കരിയറിൽ കളിച്ച ഒരേയൊരു അന്താരാഷ്ട്ര T20യിൽ തുടർച്ചയായ 3 സിക്സറുകൾ പറത്തി അവിടെയും തന്റെ സാന്നിധ്യം ദ്രാവിഡ് അറിയിച്ചു. രാഹുൽ ദ്രാവിഡിനെ പോലെ ഏത് സാഹചര്യത്തിലും ടീമിനായി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു താരം ഇല്ലെന്ന് തന്നെ പറയാം. ഓപ്പണിംഗ് മുതൽ 8ാം നമ്പറുകാരനായി വരെ അദ്ദേഹം ബാറ്റ് ചെയ്തു. 2003 ലോകകപ്പിൽ ഒരു എക്സ്ട്രാ ബാറ്ററി ഉൾപ്പെടുത്താൻ വിക്കറ്റ് കീപ്പറുടെ റോളിലും അദ്ദേഹം അവതരിച്ചു. 1.5 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിനൊടുവിൽ 2012 രാഹുൽ ദ്രാവിഡ് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് പാഡ് അഴിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷവും ക്രിക്കറ്റിനെ വിട്ടുപിരിയാൻ ദ്രാവിഡ് തയ്യാറായില്ല. ശേഷം ദ്രാവിഡ് എടുത്തണിഞ്ഞത് ദ്രോണാചാര്യരുടെ കുപ്പായമായിരുന്നു. IPL ടീം രാജസ്ഥാൻ റോയൽസിന്റെ ഉപദേശകനായി, ഇന്ത്യൻ അണ്ടർ 19 ടീം പരിശീലകൻ എന്ന നിലയിൽ ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, പൃഥ്വി ഷാ തുടങ്ങി നിരവധി താരങ്ങളെ കണ്ടെടുത്തു.
ഇന്ത്യ എ ടീമിനെയും പരിശീലിപ്പിച്ചു. ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലവനായും പ്രവർത്തിച്ചു. IPL-ൽ ഡൽഹി ഡെയർഡെവിൾസിന്റെ ഉപദേശകനായും ദ്രാവിഡിനെ ആരാധകർ കണ്ടു. രവി ശാസ്ത്രിയുടെ കാലാവധി പൂർത്തിയായതോടെ 2021 നവംബറിൽ രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പുരുഷ ടീമിന്റെ പരിശീലകന്റെ കുപ്പായവും അണിഞ്ഞു. 2.5 വർഷം പരിശീലന കാലയളവ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ തോറ്റു. ഏകദിന ലോകകപ്പ് ഫൈനലിലും തോൽവി. എന്നാൽ 2024 T20 ലോകകപ്പ് ഫൈനൽ എല്ലാത്തിനും ഒടുവിൽ കാലം ദ്രാവിഡിനായി കരുതി വെച്ച ദിവസമെത്തി. 2007-ൽ തലകുനിച്ചു മടങ്ങി വിൻഡീസ് മണ്ണ്. അവിടെ തന്നെ അയാളുടെ തന്ത്രങ്ങൾ ത്രിവർണ്ണക്കൊടി പാറിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിനൊപ്പം ദ്രാവിഡ് തല ഉയർത്തി മടങ്ങി. 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്കൊരു T20 ലോകകപ്പ്. കോഹ്ലിയെക്കാളും രോഹിത്തിനേക്കാളും അയാൾ അത് അർഹിച്ചിരുന്നു. 140 കോടി ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി ദ്രാവിഡ് അത് നേടി. തന്റെ പടിയിറക്കം ഗംഭീരമാക്കി. ഹാപ്പി ബർത്ത്ഡേ ഫോർ അവർ വാൾ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്.